ഒരു വെള്ളിയാഴ്ച ദിവസം കുടുംബവുമൊത്ത് മഴവിൽ കാവടി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭാര്യയുടെ വക ചോദ്യം വരുന്നത്. ഏട്ടാ നമുക്കൊന്നും പഴനി പോവാ. പിന്നെ പറയണ്ടല്ലോ, എല്ലാം ശടപടേന്നായിരുന്നു. കണ്ണൂരിൽ നിന്ന് വരുന്ന KSRTC ബസ് ബുക്ക് ചെയ്യുന്നു, നേരെ പളനി. ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും തലവേദനയാവുന്നത് അവിടുത്തെ താമസമായിരിക്കും അല്ലേ. യൂട്യൂബ് റിവ്യൂകളുടെ അടിസ്ഥാനത്തിൽ ദണ്ഡപാണി നിലയം എന്ന പളനി ദേവസ്വത്തിൻ്റെ റൂമുകൾ ലഭിക്കുമെന്നും അവിടെ പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ റൂമുകളുടെ പേരിൽ നടക്കുന്നുണ്ടെന്നും നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അണ്ണന്മാർ കുറച്ചൊന്ന് കടുപ്പിച്ചെങ്കിലും 50 രൂപ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല കിണ്ണം കാച്ചിയ ഡബിൾ റൂം തന്നെ ഞങ്ങൾക്ക് കിട്ടി. ശരിക്കു പറഞ്ഞാൽ ഈ റൂമുകൾ 300-600 റേഞ്ചിലുള്ളതാണെങ്കിലും ഈ പാവം കള്ളന്മാർ ജീവിച്ചു പോക്കോട്ടെ എന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു. ഹരഹരോ ഹരഹര. ഈ റൂമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച്, അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടം പോലെ കടകൾ അവൈലബിൾ ആണ് അടിവാരത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഒരു കുതിരവണ്ടി സവാരിയൊക്കെ നടത്തി. ഏകദേശം 200 രൂപയാണ് ഒരു കുതിരവണ്ടിക്ക് അവർ ചാർജ് ഈടാക്കുന്നത്. ഇനിയാണ് പളനി മല കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മല കയറാനായിട്ട് ഒന്നുകിൽ റോപ്പ് വേ, വിഞ്ച് അഥവാ കാൽനടയായിട്ട് നമുക്ക് പോകാം. ചെയ്ത പാപങ്ങളെല്ലാം തീരട്ടെ എന്ന് വിചാരിച്ച് മുരുകനെയും മനസ്സിൽ ധ്യാനിച്ച് ഓരോ പടിപടിയായി ഞങ്ങൾ മുകളിലേക്ക് കയറി. റോപ്പ് വേയും വിഞ്ചിനും നല്ല ക്യൂ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ രണ്ടും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. യഥാക്രമം 10 രൂപയുടെയോ 100 രൂപയുടെയോ ടിക്കറ്റ് എടുത്ത് ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഭഗവാനെയൊക്കെ കണ്ട് ഞങ്ങൾ മലയിറങ്ങി. ഈ അമ്പലത്തിലെ വളരെ നല്ല സമ്പ്രദായങ്ങളായിട്ട് എനിക്ക് തോന്നിയത് തിരിച്ചിറങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പഞ്ചാമൃതം, അതേപോലെ തന്നെ ഫ്രീ ആയ അന്നദാനം, അതുപോലെ തന്നെ വിശന്ന് കരയുന്ന കുട്ടികൾക്ക് പാല് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല കുറേ ആചാരങ്ങൾ കാണാൻ സാധിച്ചു. പിന്നീട് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. അതിനായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തത് ചെന്നൈ തൊട്ട് പാലക്കാട് വരെയുള്ള എക്സ്പ്രസ് ആയിരുന്നു. അത് കൃത്യം 6:30ക്കാണ് പളനി സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. വെറും 150 രൂപയ്ക്ക് ഈ ട്രെയിനിൽ നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റുകളടക്കം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു തിരിച്ചുണ്ടായിരുന്നത്. അതും നമ്മുടെ പൊള്ളാച്ചി വഴി. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഒരു പിടി നല്ല ഓർമ്മകളുമായി ഞങ്ങളുടെ പളനി യാത്ര ഇവിടെ അവസാനിക്കുന്നു.